ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. മാനസിക സംഘർഷത്തിൽ ജീവിക്കുന്ന മക്കൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ അവരും എൻ്റെ കൂടെ പ്രാർത്ഥിക്കണം. സ്വർഗീയ പിതാവേ, അങ്ങേക്ക് നന്ദി, സ്തുതി, സ്തോത്രം. യേശുവേ, അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മാനസികമായ എല്ലാ വേദനകളെയും ആകുലതകളെയും കയ്പ് നിറഞ്ഞ ചിന്തകളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ മാനസിക വേദന അനുഭവിക്കാനിടയാക്കിയ വ്യക്തികളെ, സാഹചര്യങ്ങളെ അനുഗ്രഹിക്കണമേ. എല്ലാ ദിക്കുകളിൽ നിന്നും ഞങ്ങളെ ഞെരുക്കിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ഏറ്റെടുക്കാൻ അങ്ങ് ഉണ്ടെന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഇരുട്ടിൽ നടക്കുമ്പോഴും തലയ്ക്ക് മീതെ വെള്ളം വന്നപ്പോഴും അങ്ങയുടെ കരം എൻ്റെ മേൽ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാ തടസ്സങ്ങളെയും തകർത്തെറിയാൻ അങ്ങ് മാത്രം മതിയല്ലോ. അങ്ങാണ് ഞങ്ങളുടെ ബലം, അങ്ങാണ് ഞങ്ങളുടെ പ്രത്യാശ, അങ്ങാണല്ലോ ഞങ്ങളുടെ സംരക്ഷകൻ. അങ്ങേക്ക് മാത്രമാണല്ലോ ഞങ്ങളെ വിടുവിക്കാൻ സാധിക്കുക. ഏതു മനോവേദനയിലും അങ്ങയെ തേടി വരുമ്പോൾ നെഞ്ചോട് ചേർന്ന് കിടക്കുന്ന യേശുവേ, ഞങ്ങളുടെ കണ്ണുനീർ തുടയ്ക്കണമേ. നുറുങ്ങിയ ഹൃദയത്തെ അങ്ങ് നിരസിക്കുകയില്ലെന്നാണ് തിരുവചനം. കഠിനമായ വാക്കുകൾ, ദ്രോഹം, വഞ്ചന, ചതി എന്നിവയാൽ ഞങ്ങളെ മാനസിക വേദനയിലേക്ക് തള്ളിയിടുന്നവരെ സ്നേഹിക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്നേഹിച്ചു കൂടെ നിൽക്കേണ്ടവർ വഞ്ചിക്കുമ്പോഴും വേദനിപ്പിക്കുമ്പോഴും അതെല്ലാം സഹിക്കാനുള്ള ശക്തി തരണമേ. അങ്ങല്ലാതെ ഞങ്ങൾക്ക് വേറെ ആരുമില്ല ഈശോയെ. ഈ മരുഭൂമി അനുഭവം മാറ്റിത്തരാൻ അങ്ങേക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഞങ്ങൾ തനിച്ചല്ലല്ലോ. ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു ദൈവം ഞങ്ങളുടെ കൂടെയുണ്ടെന്ന് വിശ്വസിക്കുന്നു. മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുന്നത് നന്ന് എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഞങ്ങളുടെ കഠിനമായ ഡിപ്രഷനിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളെയും ഏറ്റെടുത്ത് ഇടപെടണമേ. അങ്ങയുടെ സമാധാനം ഇപ്പോൾ തന്നെ ഹൃദയത്തിൽ നിറയട്ടെ. ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, ബലപ്പെടുത്തണമേ. തെളിഞ്ഞ ബുദ്ധിയോടെ എല്ലാ കാര്യങ്ങളും പ്രശ്നങ്ങളും നേരിടാനുള്ള ശക്തി തരണമേ. ഈ പ്രാർത്ഥന ചൊല്ലുന്ന എല്ലാ മക്കളിൽ നിന്നും ഭയം, നിരാശ, ഉത്കണ്ഠ, അസ്വസ്ഥത എല്ലാം യേശുനാമത്തിൽ നീങ്ങിപ്പോകട്ടെ. സന്തോഷവും സമാധാനവും നിറഞ്ഞ ജീവിതം ഓരോ മക്കൾക്കും ലഭിക്കട്ടെ. ആമേൻ.